ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് സോയാ ബോൾ മിൽക്ക് ക്രീം മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഒരു 1/2 സ്പൂൺ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ 1 സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവയ്ക്കൊന്ന് മാറി ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് എന്ന് പറയുമ്പോൾ നമ്മൾ വട്ടത്തിൽ വളരെ കനം കുറച്ചരിഞ്ഞത് ഞാനിവിടെ ഒരു 2.5 സ്പൂൺ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറിയ കനം കുറഞ്ഞരിഞ്ഞ ഒരു 1/4 കപ്പ് സവോളയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സവോളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ സവോളയുടെ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി ഒരു നേരിയ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ അതിന്റെ ഒരു നേരി ബ്രൗൺ കളർ വന്നിട്ടുണ്ട് നമ്മുടെ സവോളയുടെ. ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് വളരെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ഒരു 1/4 കപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് അതായത് നമ്മുടെ ഒരു ബീട്രൂട്ടിന്റെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് ആ ഒരു മസാല എല്ലാമായിട്ടൊന്ന് നല്ല മിക്സ് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് മാത്രം മതി, അല്ല ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ബീട്രൂട്ടിന്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോസാണ്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നീട് ചില്ലി സോസ് നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കി ആ ഒരു നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി സവോള ഇതിനോടൊപ്പം തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇതേ രീതിയിൽ ഒന്ന് എടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് സമയം നമുക്ക് ഇത് നല്ലതുപോലെ നിർത്താതെ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ സോസും ഈ മസാലയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നതാണ്. ഇപ്പൊ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സോസ് എല്ലാം നല്ലപോലെ ഒരു മസാലയ്ക്കകത്ത് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടി കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു കസൂരി മേത്തിയുടെ ആ ഒരു സ്വാദും ആ ഒരു മണവും എല്ലാം ഒരു മസാലയ്ക്കകത്ത് നല്ലതുപോലെ മിക്സ് ആയി കഴിയുമ്പോഴാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് സോയാബീൻ അതായത് സോയാ ബോൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ സോയാ ബോൾ നേരത്തെ നമ്മൾ എടുത്ത് അല്പം ഉപ്പ് ചേർത്ത് ആ ഒരു വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. അതിനുശേഷം അതിനകത്തെ വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം എടുത്തതാണ് ഈ ഒരു സോയാ ബോൾ. ആ ഒരു സോയാ ബോളും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് വീണ്ടും ആ ഒരു മസാലയ്ക്കകത്തെല്ലാം നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് അതിന്റെ പുറത്തെല്ലാം നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു സോയാ ബോൾ എല്ലാം ആ ഒരു മസാലയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കി ആ മഞ്ഞൾപ്പൊടിയെല്ലാം അതിനകത്ത് നിന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്ത് എരിവുള്ള ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത്, പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു മുളക് പൊടിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പശുമ്പാല്. അപ്പോൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്ന പശുമ്പാൽ എന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് പശുമ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രമാത്രം സോയാ ബോൾ എടുക്കുന്നോ അതനുസരിച്ചുള്ള മിൽക്കാണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ എല്ലാ മസാലകളും നമ്മൾ എടുക്കുന്ന സോയാ ബോളിന്റെ ആ ഒരു അളവനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാനിവിടെ ഒരു 150 ഗ്രാം സോയാ ബോളാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ അനുസരിച്ചുള്ള മസാലകളാണ് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് സമയം നമുക്ക് ഇത് നിർത്താതെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ കലക്കി വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അധികം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട. 1 സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതിനകത്ത് 5 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് കലക്കുക. എന്നിട്ട് 3 സ്പൂൺ കോൺഫ്ലവറിന്റെ ഒരു വെള്ളം മാത്രം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് കുറുക്കി എടുക്കേണ്ടതല്ല, ഒരു നേരിയതായിട്ടൊന്ന് ക്രീമായിട്ട് വരാൻ വേണ്ടിയാണ് ഇതിനകത്തേക്ക് ഈ ഒരു കോൺഫ്ലവറിന്റെ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ആ ഒരു ക്രീമായിട്ടുണ്ട് ആ ഒരു മസാലയെല്ലാം. കാരണം കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോകും. അപ്പോൾ നമ്മളുടെ ഈ ഒരു സോയാ ബോൾ മിൽക്ക് ക്രീം മസാല ഇത്രയേ ഉള്ളൂ തയ്യാറാക്കാൻ. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു സോയാ ബോൾ
മിൽക്ക് ക്രീം മസാല നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടൺ ഒന്ന് അമർത്തുക.